ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പൂരി മസാല. ആദ്യം നമുക്ക് പൂരിയുടെ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ 1 കപ്പ് ആട്ട, ഗോതമ്പൊടി, റവ 1/4 കപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ പാല് 1/4 കപ്പ് പാല്, എണ്ണ ഇതൊരു 1 ടീസ്പൂൺ എണ്ണയാണ്. ഇത് നമ്മൾ ഈ പൂരി വറുക്കുന്ന അതേ എണ്ണ തന്നെ ആയിരിക്കണം ഇവിടെ എടുക്കുന്നത്. പിന്നെ വെള്ളം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാ. അപ്പോൾ ആദ്യം എല്ലാം കൂടെ ഇതിലിട്ട് പൊടികൾ, പഞ്ചസാര, ഉപ്പ്, പാല്, എണ്ണ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ വെള്ളം ഇനി കുറേശ്ശെ ഒഴിക്കാവുള്ളൂ. കൂടുതൽ കയറി ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീണ്ടുപോകും. നമ്മുടെ മാവ് ഇതുപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടകിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് മസാലയുടെ പരിപാടി ചെയ്യാം. കുറച്ച് എണ്ണ തടകി ഇങ്ങനെ വെക്കാം, മൂടി വെക്കാം. ഇതിങ്ങനെ ഒന്ന് മൂടി വെക്കുക. അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഉരുളൻകിഴങ്ങ്, സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, വറതാളിക്കാനുള്ള വേപ്പില, വറ്റൻമുളക്, കടുക്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ആ കഷ്ണം അരിഞ്ഞൊക്കെ എടുത്തിരിക്കുകയാണ്. അത് ഒരു പ്രഷർ കുക്കറിലോട്ടിട്ട് ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. ഇതൊക്കെ ഒരു ചാറ് കറി ആയതുകൊണ്ട് ഉപ്പൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അവസാനം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു 3 വിസിൽ കേൾക്കും വരെ വേവിക്കുക. 3 വിസിൽ എന്നുള്ളത് 4ആയിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉടയാനുള്ളതാണ്. 3ാമത്തെ വിസിലായി നിർത്തി. ഇത് ആറി ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് പുളിയുടെ വകുപ്പ് ചിലർക്ക് പുളി വളരെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കുന്നത്. ഞാനിപ്പോൾ തക്കാളി ഇട്ടിട്ടില്ല. പിന്നെ എൻഡിൽ നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ. നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുതാളിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വറുതാളിക്കും. കടായി അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇടുക. കഴിഞ്ഞ് വറ്റൻമുളക്. ഇനി ഇതിലോട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇത്. കയ്യിൽ വെച്ച് ഈ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ പൂരി മസാലക്കുള്ള മസാല റെഡിയായി. നമ്മൾ പൂരി കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തം റെഡിയായി. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കിനി പൂരി ഉണ്ടാക്കാം. പൂരിയൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കും, എണ്ണ ചൂടാകാൻ വെച്ച്. അപ്പോൾ നമ്മൾ പൂരിക്ക് വേണ്ടി എടുത്ത എണ്ണ സൺഫ്ലവർ ഓയിലാണ്. പൂരി ഇങ്ങനെ ഓരോന്നെ ചുട്ടെടുക്കണം. നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് ചുട്ടെടുക്കുക. നമ്മുടെ പൂരി എല്ലാം നല്ല ഒറ്റ ബോളായിട്ട് ചുള്ളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മല്ലിയില ഇട്ട് ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കും. അപ്പോൾ നമ്മുടെ പൂരി മസാല റെഡിയായി, അതുപോലെ പൂരി റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.